ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മോപദേശ ശതകത്തിൻ്റെ 95-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ ഒരു സമാപനം എന്നുള്ള രീതിയിലേക്ക് പലതും ഗുരു അങ്ങനെ ഏകീകരിക്കുകയാണ്. ഇവിടെ വിപുലതയാർന്ന വിനോദവിദ്യ മായാ വ്യവഹിതയായി വിലസുന്നു വിശ്വവീര്യം. ഇവളിവളിങ് അവതീർണയായിടും തന്നവയവമണ്ട കടാഹു കൂടിയാകും. വിപുലതയാർന്ന വിനോദം. അപ്പോൾ ഇവിടെ ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ പ്രകൃതി എന്നൊക്കെ പറയുന്നതാണ്. അതായത് പുരുഷനും പ്രകൃതിയും. പുരുഷൻ എന്ന് പറയുന്നത് പരമ്പൊരുളിനെ കുറിച്ചാണ്. അത് നിശ്ചലമായിരിക്കുമ്പോൾ ഇവിടെ യാതൊന്നും പ്രവർത്തിക്കുന്നില്ല. അതേസമയത്ത് അത് ചലനാത്മകമാകുമ്പോൾ ആണ് നമ്മൾ ഇവിടെ പലതും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വിപുലതയാർന്ന വിനോദം. ഇവിടെ ഈ വ്യവഹാരത്തിൽ നമ്മുടെ ഈ ലോകത്ത് ഇത്രമാത്രം ഇതെല്ലാം നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആത്മാവിൻ്റെ സുഖം, അതിനു വേണ്ടിയാണ്. അപ്പോൾ ബാഹ്യമായിട്ടുള്ള നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോന്നും ഇവിടെ സംഭവിക്കുന്നത് ഈ ആത്മാവിൽ നിന്ന് തന്നെയാണ് ഇതുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിനോദത്തിന് വേണ്ടിയിട്ടാണ്. വിനോദ വിദ്യ മായാ വ്യവഹിതയായി വിലസുന്നു വിശ്വവീര്യം. ഈ വിശ്വവീര്യമായിട്ട് ഇവിടെ ഈ കാണുന്ന പ്രകൃതിയുടെ ഇതെല്ലാം മായയിൽ നിന്ന് ആണ് സംഭവിക്കുന്നത്. അതായത് മായ ഇവിടെ ഈ കാണുന്ന രൂപത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഈ ആത്മാവിൻ്റെ തന്നെ രൂപമായിട്ട്. ഇപ്പം നമ്മൾ പറയുന്നു പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. ഇപ്പോൾ പൂർണ്ണം എന്ന് പറയുന്നത് ആ പരിപൂർണമായിട്ടുള്ള സത്താണ്, ചൈതന്യമാണ്. അതിൽ നിന്നാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടാകുന്നത്. അതും ഇതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സുഖം, ബാഹ്യമായിട്ടുള്ള വസ്തുക്കളിൽ സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിത് തന്നെയാണ്. അത് ആ വിശ്വവീര്യമായിട്ട് അല്ലെങ്കിൽ ഈ കാണുന്ന ഇതെല്ലാമായിട്ട് സംഭവിക്കുന്നതും ആ മായ തന്നെയാണ്. ഇവൾ എന്ന് പറയുന്നത് ഈ മായയാണ്, ഈ പ്രകൃതിയാണ്. ആ പ്രകൃതി തന്നെയാണ് അവതീർണയായിടുന്നത്. ഇവിടെ ഈ അഖണ്ഡ അണ്ഡ കടാഹ കോടിയിൽ ആയിട്ടൊക്കെ ഇവിടെ കാണുന്നത്, അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ ഈ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായി ഇത് കാണുന്നത് ഈ പ്രകൃതി തന്നെയാണ്. ഈ പ്രകൃതി തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നത്, അത് ലയിക്കുന്നത്, ലയിപ്പിക്കുന്നത് ഒക്കെ. അപ്പോൾ ഇത്രമാത്രം സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഈ പ്രകൃതിയെയും ഈ പുരുഷനെയും അല്ലെങ്കിൽ ചൈതന്യത്തെയും ഒക്കെ നമ്മൾക്ക് അറിയണമെങ്കിൽ അത്രമാത്രം ആഴത്തിൽ നമ്മൾ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള തലത്തിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുണ്ട്. അത് വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല. പലപ്പോഴും ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇതെല്ലാം ഈശ്വരനാണ്, ഇതെല്ലാം ചൈതന്യമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ദുഃഖം മാത്രം ഉണ്ടാകുന്നത്? ഈശ്വരന് വിവേചന ബുദ്ധി അല്ലെങ്കിൽ ഈ തരംതിരിവ് ഒക്കെ ഉണ്ടോ? അപ്പോൾ നമ്മൾ ഈ ലോകത്ത് നോക്കുമ്പോൾ ഈശ്വരൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ എത്രയോ ചോരപ്പുഴകൾ ഒഴുക്കുന്നു. എന്തുകൊണ്ടാണ്? ഭാഗികമായിട്ട് എന്തെങ്കിലും കണ്ടെത്തിയിട്ട് അത് മാത്രമാണ് ഈശ്വരൻ അല്ലെങ്കിൽ ആ വഴി മാത്രമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ശാഠ്യം, അതാണിവിടെ ദുരന്തമായിട്ട് മാറുന്നത്. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിൽ നമ്മൾ നോക്കുമ്പോഴും
ഈ മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ ഇവിടെ അടികൂടുന്നതും അതിൻ്റെ പേരിൽ ജനങ്ങളെ കൊല്ലുന്നതും ഒക്കെ വളരെ വിചിത്രമായിട്ടുള്ള ഒന്നാണ്. കാരണം ഗുരു സൂചിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ആചാര്യൻ, ഒരു അറിവുള്ള ഒരാൾ, കാരണം ഇതിനെല്ലാത്തിനെയും ഒന്നായി കാണുന്ന ആ തലത്തിലുള്ള ആളുകൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടും ഒരുപക്ഷെ നമുക്ക് അതിനെ മനസ്സിലാക്കുവാനുള്ള ആ ഹൃദയ വിശാലത ഇല്ലാത്തത് കൊണ്ടും ഒക്കെയാണ്. അപ്പോൾ അതിന് മാറ്റിയെടുക്കണമെങ്കിൽ ഗുരു സൂചിപ്പിച്ച രീതിയിൽ, അല്ലെങ്കിൽ ഗുരു നമ്മൾക്ക് തന്നിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ ചെറിയ ഓർമ്മ വയ്ക്കുന്ന പ്രായത്തിൽ തന്നെ നമുക്ക് ഈ അറിവ് പകർന്നു കൊടുക്കുവാനും അത് ആ കുഞ്ഞുങ്ങളിലേക്ക് അതിനെ ശരിയായ രീതിയിൽ സന്നിവേശിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. പക്ഷെ അതില്ല. പലപ്പോഴും സ്വാർത്ഥത 99% അങ്ങനെയാണ്. സ്വാർത്ഥത മാത്രമാണ് കൈമുതലാക്കിയിട്ട് ഇവിടെ ഓരോരുത്തരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ആണ് നമ്മൾക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഈ അറിവിൻ്റെ ഉപയോഗം. ഇപ്പോൾ സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനം ശ്രീനാരായണ ഗുരുദേവൻ ഭാവന ചെയ്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതാണ് ഗുരുവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ, കൃത്യമായ ഗുരുവിനൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം അത് എങ്ങനെയാണ് ആ രീതിയിലേക്ക് വരിക, അതാണ് ഈ ശ്ലോകങ്ങളിലൂടെ ഗുരു മാനവരാശിക്ക് നൽകാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ സ്വാർത്ഥത മാറ്റി നിർത്തി നമ്മളതിനെ കാണുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അപ്പോൾ മാത്രമേ ഈ തത്വത്തെ നമുക്ക് സാക്ഷാത്കരിക്കുവാനും അതിലൂടെ ഈ സർവരിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്നുള്ള അവബോധത്തോടു കൂടി നമുക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കുവാനും മറ്റുള്ളവരെ ജീവിപ്പിക്കുവാനും നമുക്ക് സാധിക്കുള്ളൂ. അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.